സ്വതന്ത്ര ഭാരത ഭൂവില്ലതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ പ്രശസ്ത മാപ്പിളപ്പാട്ട് കവി മർഹൂം ബദറുദ്ദീൻ പാറന്നൂരിൻ്റെ വീട്ടിലപ്പോൾ ഞാനുള്ളത്. ഒരുപാട് സന്തോഷം മാഷേ. സന്തോഷം. നിങ്ങളൊരു ആക്കിയ ചിരി പോലെ എനിക്ക് തോന്നി. എന്താണ് അല്ല, ഈ മർഹൂം ബദറുദ്ദീൻ പാറന്നൂരിന് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലാത്തത് കൊണ്ടാണ് ആ ചിരി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് മർഹൂം എന്നുള്ളത്. കാരണം പലപ്പോഴും മാപ്പിളപ്പാട്ട് മത്സരവേദികളിൽ കുട്ടികൾ വന്നിട്ട് കവികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈ മർഹൂം എന്ന് പറയാറുണ്ട്. മർഹൂം എന്ന് പറഞ്ഞാല് റഹ്മത്തിലേക്ക് എത്തപ്പെട്ടവൻ അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യപ്പെട്ടവൻ എന്നൊക്കെയുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷേ അത് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണ്. ബഹുമാന പുരസ്സരം അവരെ പറ്റി പറയുന്നതാണ്. അപ്പൊ അത് മർഹൂം മോയിൻകുട്ടി വൈദ്യര്, മർഹൂം പുലിക്കോട്ട് ഹൈദർ, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ മർഹൂം ബദറുദ്ദീൻ അത് നേരിട്ട് കേൾക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. പിന്നെ മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് മുന്നിൽ തന്നെ പോയിരുന്നു. 2-3 പാട്ട് കഴിഞ്ഞ് എൻ്റെ പാട്ടുകൾ തന്നെ കുറേ പാട്ടുകൾ വന്നു. ഒരു കുട്ടി പ്രശസ്ത മാപ്പിള കവി മർഹൂം ബദറുദ്ദീൻ പാറന്നൂരിൻ്റെ ഗാനം എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത്. പാടിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോവുകയാണ്. അത് പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു, ആ കുട്ടീനെ ഒന്ന് വിളിക്കുമോയെന്ന് ചോദിച്ചു. അങ്ങനെ അവർ വിളിച്ചു. ഇങ്ങനെ ഇത് എഴുതിയ ആളറിയാമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാനാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞപ്പോൾ അവരാകെ പെട്ടെന്ന് ഇതായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ മർഹൂം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതൊരു വെയിറ്റിന് വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ബദറുദ്ദീൻ പാറന്നൂർ എന്നുള്ള പേര് സെർച്ച് ചെയ്താൽ ഒരുപാട് പാട്ടുകളുടെ രചയിതാവ് എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ബദറുദ്ദീൻ പാറന്നൂർ എഴുതിയിരിക്കുന്ന പാട്ടുകൾ അത്രയും എന്ന് പറയാം 99% സങ്കര ഭാഷയിൽ തനത് മാപ്പിളപ്പാട്ടുകളാണ് എഴുതിയിട്ടുള്ളത്. മാഷോട് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ മാഷ് രചയിതാവാണെങ്കിൽ കൂടി ഒരുപാട് മത്സരവേദികളിൽ ജഡ്ജായിട്ട് പോയിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തന്നെ, ഒരു കുട്ടി മത്സരാർത്ഥി വന്ന് പാടാൻ വരുന്ന സമയത്ത് ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ പറയേണ്ടത്? ഒന്ന്, നിങ്ങൾ പറഞ്ഞതിൽ ബദറുദ്ദീൻ പാറന്നൂർ എന്ന് പറയുന്ന ആൾ എഴുതിയത് പാട്ടുകൾ 99% സങ്കര ഭാഷ അല്ലെങ്കിൽ സങ്കര ഭാഷ രീതിയിലുള്ള പാട്ടുകളാണ് എന്ന് പറഞ്ഞു. അത് തിരുത്തണം. ഒന്ന്, കാരണം എൻ്റെ പാട്ടുകളിൽ 70% പാട്ടുകളും സാധാരണ മാപ്പിളപ്പാട്ടുകളാണ്. ഒരു 30% മാത്രമേ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളുടെ വഴിയിലുള്ളൂ. പക്ഷേ എൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്, കുട്ടികൾ പാടുകയൊക്കെ ചെയ്യുന്നത് ട്രഡീഷണൽ പാട്ടുകളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ. പാട്ടുകൾ പാടുമ്പോൾ എന്താണ് ആദ്യം പറയേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം പറയേണ്ടത് ആ പാട്ടിൻ്റെ രചയിതാവിൻ്റെ പേര് പറയുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആ കൃതി ഏത് കൃതിയിലാണ്. അപ്പോൾ കൃതി ഇല്ല എങ്കിൽ ഏത് ഇതിവൃത്തത്തെ ആസ്പദമാക്കിയാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത് എന്ന് വേണം. വളരെ പ്രധാനമായിട്ടുള്ളത് അത് ഏത് ഇശലിലാണ് എഴുതിയത് എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അത് ആ വരികൾ ചിട്ടപ്പെടുത്തിയ ഒരാളുണ്ടാവും, ആ സംഗീതം ചെയ്ത ഒരാളുണ്ടാവും. ആ സംഗീതം ചെയ്ത ആളുടെ പേര് കൂടി പരാമർശിക്കുന്നതാണ് വളരെ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഒരു പാട്ടിന് ജീവൻ കൊടുക്കുന്നത് ഇവരെല്ലാം കൂടി ചേർന്നിട്ടാ. പടതട വിടുംപടി ചുടിയതിൽ ഉണർന്നത് കൊടുമയരുടെ ചതി തുടരബെകിതു പടിയതിനാലി തതിയാലി ചീർത്തിയുറുവകറാറിന്നലമുകൾ അരികരിൽ ഉരയുപതായി മതിചാരി താനം തരം തഞ്ച മധുമൊഴിയുരവായി മുത്തഴകൊത്തവർ ഒത്തിരു പേരിൽ കുഫിറോരേങ്കളതുംറയതുങ്കളിലും ലഹറായി താനം ചെണ്ട് കൊണ്ട് മതി ചണ്ട വേണ്ട കൊതി ബിണ്ടാനേ തിരുനബിയവര ചരിത മധുരയുപതായി. പി ടി അബ്ദുറഹ്മാൻ എന്ന കവിയുടെ ഒരു പാട്ട്, തുടുത്തസിപ്പു എന്നുള്ള പാട്ടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വിഷയം വരുന്നുണ്ട്. അത് സിക്കുമരമാണോ പൂമരമാണോ ജെയ്ത്തൂൻ മരമാണോ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഇടെ വന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഇളയരാജയുടെ പാട്ട് ആരുടേത് എന്നുള്ള ചോദ്യം. ഇങ്ങനത്തെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ബദറുദ്ദീൻ പാറന്നൂർ എന്ന് പറഞ്ഞ ഒരു കവിയുടെ അടുത്ത് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പാട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെയാണോ പാട്ടുകൾ ഇങ്ങനെ പഠിപ്പിക്കാറുള്ളത്? എൻ്റെ പാട്ടുകൾ അത് സംഗീതം ചെയ്ത ആളുകൾക്കാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ രൂപം, പാടേണ്ട രൂപം അറിയുന്നത് അവർക്കാണ്. ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട പദവിന്യാസങ്ങളുണ്ടാവും. അറബി മലയാള സാഹിത്യത്തിൽ രചിക്കപ്പെടുന്ന പാട്ടുകളായതുകൊണ്ട് തന്നെ അറബി ഉച്ചാരണങ്ങൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ അറബി മലയാള പദങ്ങളുടെ ഉച്ചാരണം എങ്ങനെ വേണം,
അത് എവിടെയാണ് മുറിച്ച് പാടേണ്ടത്, എവിടെയാണ് മുറിക്കാതെ പാടേണ്ടത്, കുനിപ്പ് എന്നൊക്കെ പറഞ്ഞ സംഗതികൾ ആലാപനത്തിലുമുണ്ട്, രചനയിൽ മാത്രമല്ല. ഒരു സംഗീതകാരന് പ്രത്യക്ഷത്തിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അറിയുന്നവരുണ്ട് കേട്ടോ. എന്നാൽ അവരോടും നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും, പക്ഷേ ഇത് ഇന്ന ഭാഗത്ത് മുറിക്കാതെ തന്നെ സംഗീതം ചെയ്യണം, ഇന്ന ഭാഗത്ത് കട്ട് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് വായിച്ചു കൊടുക്കും. ആ വായിച്ചു കൊടുത്തത് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ മീറ്റർ മനസ്സിലാക്കിയിട്ട് അവർ കൃത്യമായിട്ട് അത് പുതുമയുള്ള നല്ല ട്യൂണുകളിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് പതിവ്. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് പാടുന്നവരിലേക്ക് കൂടി എത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ തെറ്റുണ്ടാവില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ചില പാട്ടുകൾ വളരെ അരോചകമായിട്ട് പാടുന്നത് കേൾക്കാറുണ്ട്. യുവാക്കളായ കവികളൊക്കെ പാട്ട് എഴുതുകയും പിന്നെ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നിങ്ങൾ കാണാൻ പറ്റും. എങ്കിൽ പോലും ചില ആളുകളെങ്കിലും പാടി തെറ്റായി പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരെ തിരുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ടോ? തീർച്ചയായും അത് തിരുത്താൻ ചില സമയത്ത് കഴിയില്ല. ഇത്തരം പാട്ടുകൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഡിമാൻഡുള്ള കാലഘട്ടമാണ്. പാട്ടുകൾ നന്നായി പാടാനുള്ള അവസരങ്ങളുണ്ട്, ധാരാളം അവസരങ്ങൾ. ഇപ്പം ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് വേദികൾ, റിയാലിറ്റി ഷോകളിൽ വരെ ഒരു വിഭാഗം ട്രഡീഷണൽ മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് പാടുവാൻ ആളുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുവാൻ ആളുണ്ട്. എവിടെ നിന്നെങ്കിലും വരികൾ കിട്ടുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തത് അത് എഴുതിയെടുത്തിട്ട് അത് പാടിയിട്ട് അപ്പോൾ തന്നെ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞതുപോലെ തെറ്റുകൾ ധാരാളം വന്ന് ഭവിക്കും. അത് തിരുത്താൻ നമുക്ക് കഴിയില്ല, അത് അങ്ങനെ സ്പ്രെഡായി പോകും. എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ പാട്ടുകൾ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലുകളിലാണ് വരുന്നത്. അതിൽ ധാരാളം തെറ്റുകൾ വരാറുണ്ട്. പക്ഷേ അതിൽ എൻ്റെ പാട്ടുകൾ ഫെമിലിയർ ആവാനുള്ള ഒരു പ്രധാന കാരണം അത്തരം യൂട്യൂബ് ചാനലിൻ്റെ ആളുകൾ തന്നെയാണ്. അതിൽ സന്തോഷമാണ്. പക്ഷേ അത്തരം യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, ജസ്റ്റ് ഇത് എഴുതിയ ആളോടോ അല്ലെങ്കിൽ സംഗീതം ചെയ്ത ആളോടോ ചോദിച്ചതിന് ശേഷം അതിന് കൃത്യമായ വരികളെടുത്ത് അതിന് കൃത്യമായ ഉച്ചാരണങ്ങളെടുത്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു തെറ്റ് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തില്ല. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എല്ലാ യുവജനോത്സവ വേദികളിലും അതെവിടെയായാലും മാഷ് പോവാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ജഡ്ജിമാര് ബദറുദ്ദീൻ മാഷിയുടെ പാട്ട് തെറ്റായി പാടിയ കുട്ടികൾക്ക് പ്രൈസ് കൊടുത്തതായിട്ട് വല്ല അനുഭവം ഉണ്ടോ? ഞാനത് അങ്ങനെ ചോദിക്കാൻ കാരണം ഈ വരുന്ന ജഡ്ജിമാർക്ക് ശരിക്കും ഈ സങ്കര ഭാഷയും ഈ പാട്ടിനെക്കുറിച്ചും പൂർണ്ണ ധാരണ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു വിഭാഗത്തിന് വേണ്ടി ചോദിക്കുന്നതല്ല, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് അറിയാത്ത ആളുകളാണ് വന്നിരിക്കുന്നതെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് എന്നും അഭിപ്രായമല്ല. കാരണം ഈ ഭാഗത്ത് ഇപ്പോൾ ആധുനികരായിട്ടുള്ള ജഡ്ജിമാരായി ഇരിക്കുന്ന മിക്ക പേരും ഇതിൽ ധാരാളം പഠനം നടത്തുന്നവരാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ തന്നെ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകളിലും ഇതിനെപ്പറ്റിയുള്ള അവബോധങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ ശില്പശാലകളും ധാരാളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മാപ്പിളപ്പാട്ട് എന്നും മാപ്പിളപ്പാട്ടിൻ്റെ രചനാ സങ്കേതങ്ങൾ എന്താണെന്നൊക്കെ പുതുതലമുറക്ക് ഇടക്കാലത്തുണ്ടായിരുന്ന സമൂഹത്തെക്കാൾ കൂടുതലായിട്ട് അറിയാമെന്നാണ് എൻ്റെ ധാരണ. പ്രശസ്ത മാപ്പിള കവി ശ്രീ ബദറുദ്ദീൻ പാറന്നൂരിന്റെ രചനയിൽ ഷിഹാബ് അരിക്കോട് സംഗീതം ചെയ്ത സീറത്തു നബിയിൽ നിന്നും ഏതാനും ചില വരികൾ. മൊളിയുന്ന കഥറാവേ ഇകൾ തലം മഹസബർ എളിതര സുഹൃതരിലേറെ കരം ചേരും മുഷിരതിനാൽ തതിയോതുമി കലതിനാൽ മതിനിധിയാതി ചോദിയോതി ചോദ മതിവരും അതു കൊതിയായി കതിബുകളതുകൾ മതത്തുകളിതു വിധം കൊട്ടുമ കഠിന തരം ഇട്ടുവ കുടില തരം കേടര ചോട്ടരേ ചമറതിൻ കേസയായി മൊളിയുന്ന കഥറാവേ ഇകൾ തളം മഹസബർ എളിതര സുഹൃതരിലേറെ കരം ചേരും മുഷിരതിനാൽ തതിയോതുമി കലതിനാൽ മതിനിധിയാതി ചോദിയോതി ചോദ മതിവരും അതു കൊതിയായി. ഓക്കെ, എനിക്ക് ബദറു മാഷ് ജീവിതത്തെക്കുറിച്ചൊന്ന് അറിയണം. എന്താണ് പഠിച്ചത്? കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ഈ പാട്ടുരംഗത്തേക്ക് കടന്നു വന്നത്? മാപ്പിളപ്പാട്ട് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ? മറ്റുള്ള പാട്ടുകളുണ്ടോ? സിനിമാ ഗാനങ്ങൾ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജനിച്ചു വളർന്ന വീടാണിത്. പാറന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്കടുത്ത് നരിക്കുനി എന്ന പ്രദേശത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കോളേജ് പോയി. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ അറബിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബി അഫ്ളൽ ഉലമ പാസ്സായതിനു ശേഷം പിന്നീട് ഞാൻ MA ചെയ്തു, B.Ed ചെയ്തു, സെറ്റ് പാസ്സായി. 21ാമത്തെ വയസ്സിൽ തന്നെ ജോലിയിൽ കയറി. എവിടെയാണ് ജോലി ചെയ്യുന്നത്? കോഴിക്കോട് MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ചെറുപ്പകാലത്ത് പാടാറുണ്ടായിരുന്നോ?
കുട്ടിക്കാലത്ത് ചെറിയ രീതിയിലൊക്കെ പാടും. അങ്ങനെ ഒരു ഗായകനായിട്ടൊന്നുമല്ല, മദ്രസകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പാടി. മത്സരവേദികളിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് കവിത എഴുത്ത് മത്സരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് മത്സരങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ പങ്കെടുക്കാറില്ല. പക്ഷേ ഇഷ്ടമായിരുന്നു കവിതകൾ. സ്കൂളുകളിൽ വന്നിട്ടുള്ള എല്ലാ മലയാളത്തിലുള്ള കവിതകളും കാണാപാഠം പഠിക്കുകയും അത് ചൊല്ലി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കോളേജിലുള്ള കാലത്ത് അന്നത്തെ കയ്യെഴുത്ത് മാസികകളിലൊക്കെ ചെറിയ നുറുങ്ങു കവിതകളിലൊക്കെ എഴുതി, മലയാളം കവിതകൾ എഴുതി. പിന്നീട് 2010 മുതലാണ് യഥാർത്ഥത്തിൽ പാട്ടെഴുത്തിലേക്ക് മാറിയത്. കവിതകൾ വിട്ട് മാപ്പിളപ്പാട്ട് പഠിക്കണമെന്നുള്ള, പിന്നെ മാപ്പിളപ്പാട്ടിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എൻ്റെ വല്യമ്മ പള്ളിക്കുട്ടി നല്ലൊരു പാട്ടുകാരിയായിരുന്നു, പണ്ടത്തെ വെറ്റിലപ്പാട്ടുകാരിയായിരുന്നു. അന്ന് വല്യമ്മനെ ആളുകൾ വന്നിട്ട് രാത്രി കൊണ്ടുപോകും കല്യാണ വീടുകളിലേക്ക്. എന്നിട്ട് വെറ്റില വെച്ചിട്ട് രാത്രി അപ്പം പാട്ടുകൾ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് മത്സരങ്ങൾ, കെട്ടിപ്പാട്ട് മത്സരങ്ങൾ ഉണ്ടാവും. എന്തായാലും വിജയിക്കുന്നൊക്കെ ആളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉമ്മയും കുറച്ചൊക്കെ പാടും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരം കവിതകൾ എഴുതി തുടങ്ങി. പിന്നെ പാട്ടുരചനയിലേക്ക് എങ്ങനെ വരുന്നത്? പാട്ടുരചന എന്ന് പറഞ്ഞാൽ എനിക്ക് മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിലും അല്ലാതെയും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ബദറുമുനീർ ഹുസ്നുൽ ജമാൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ആ പദങ്ങളുടെ പദവിന്യാസം എന്നെ ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ എഴുതിയത്? സംസാര ഭാഷയല്ലല്ലോ ഒരിക്കലും ഇത്. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ആ കാലഘട്ടത്തിലെ സംസാര ഭാഷയിലാണ് അന്നത്തെ പാട്ട് എഴുതിയത്. ഒരിക്കലും അല്ല. കേവലം 100-150 കൊല്ലത്തെ വ്യത്യാസമുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ നല്ല ശുദ്ധമായ മലയാളം സംസാരിച്ചിരുന്നവർ ധാരാളമുണ്ട്. ആ ഒരു പദഘടന, പദവിന്യാസം, അതിൽ ചേർത്തിരിക്കുന്ന വാക്കുകളുടെ സൗകുമാര്യത ഒക്കെ വല്ലാതെ ആകർഷിച്ചിരുന്നു. മോയിൻകുട്ടി വൈദ്യരുടെ ബദറുമുനീർ ഹുസ്നുൽ ജമാൽ പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യം. എവിടെ നോക്കിയിട്ട് എനിക്കതിന് ഒരു സോഴ്സ് ഒന്നും കണ്ടെത്തിയില്ല. പിന്നീടാണ് മോയിൻകുട്ടി വൈദ്യർ അക്കാദമി ഉള്ളത് പോലും പിന്നീടൊക്കെ നമ്മൾ അറിയുന്നത്. പഠനകാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിഞ്ഞില്ല. ജോലി കിട്ടിയതിന് ശേഷം കുറച്ചൊക്കെ ഒരു ഫ്രീ ആയല്ലോ, അപ്പോൾ അത് പഠിക്കാനുള്ള ഒരു മൂഡ് വന്നു. അങ്ങനെ ആണ് പഠിച്ചു തുടങ്ങി. അങ്ങനെ 2002-2003 തുടങ്ങി 2010 വരെ ഏകദേശം ഇതിൻ്റെ പഠനം തന്നെ ആയിരുന്നു. പഠനം എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് എന്താണ് എന്നും മാപ്പിളപ്പാട്ടിൻ്റെ രചനാ സങ്കേതങ്ങൾ എന്താണെന്നും അതിൻ്റെ രചനാ സാഹിത്യം എന്താണെന്നും പഠിക്കണം. മൂന്നും പഠിക്കണം. മാപ്പിളപ്പാട്ടിൻ്റെ രചനാശാസ്ത്രം പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടി ധാരാളം പുസ്തകങ്ങൾ വാങ്ങുകയും ഇരുന്ന് പഠിക്കുകയും കുറേ പാട്ടുകൾ സ്വന്തമായിട്ട് കുത്തിക്കുറിച്ച് നോക്കുകയൊക്കെ ചെയ്തു. എപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല എനിക്ക് പാട്ട് എഴുതാൻ കഴിയുമെന്നൊന്നും. പക്ഷേ എനിക്കൊരു താളാത്മകമായിട്ട് എഴുതാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടത് വെള്ളയിൽ അബൂബക്കർ മാഷ് എൻ്റെ ഗുരു കൂടിയാണ്. അദ്ദേഹം നല്ലൊരു സംഗീത സംവിധായകനാണ്. കുറേ സിനിമകളിലേക്ക് ഒക്കെ സംഗീതം ചെയ്ത ആളാണ്. മാഷ് ഒരിക്കൽ കോഴിക്കോട് വെച്ച് എൻ്റെ സുഹൃത്ത് റാസി ആയിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സ്കൂളിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് എൻ്റെ അടുത്ത് 2-3 പാട്ടുകളുണ്ട്, ഒന്ന് നോക്കുമെന്ന് വെച്ചു. മാഷ് എൻ്റെ പുസ്തകം എടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പെട്ടി വെച്ചിട്ടൊന്ന് വായിച്ചിട്ട് പറഞ്ഞു, ബദറു, ഇത് ഒരു സാധാരണ പാട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതെനിക്ക് വേണമെന്നാണ്. അങ്ങനെ അന്ന് മാഷ് അവിടെ ഇരുന്ന് ഈ വരികൾ എഴുതിയെടുത്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി. എനിക്കൊരു പ്രതീക്ഷ ഒന്നുമില്ല, മാഷ് കൊണ്ടുപോയി. അങ്ങനെയാണ് പിന്നീട് അത് കോഴിക്കോട് ഫറൂഖ് സബ് ജില്ലയിലുള്ള ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടിക്ക് നിങ്ങളുടെ പാട്ട് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഞാനാ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പാട്ട് എഴുതിയിരിക്കുന്നത് സങ്കര ഭാഷയിലായിരുന്നോ? അതെ. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10 വർഷത്തോളം ഇതിന്റെ പിന്നാലെ നടന്നതിന് ശേഷം ആദ്യമായിട്ട് പാട്ടാണ്. പുരിസിംഗം സുലൈമാനുമായി തിരിക്കവേ, സുലൈമാൻ നബിയുടെ ആ ഒരു കഥ, പൊരുതിടും നടുച്ചാട്ടുമുറുക്കം എന്ന ഇശല്, നല്ല രസമുള്ളൊരു ഇശലാണ്. അതിൽ ആ പാട്ട് ആദ്യമായിട്ട് എഴുതുകയും അത് കൊടുക്കുകയും അത് ആ കുട്ടി കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിജയിച്ചു. അതിനുശേഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ ഈ കുട്ടിക്ക് A ഗ്രേഡ് കിട്ടി. അന്നായിരിക്കണം ആദ്യമായിട്ട് ബദറുദ്ദീൻ പാറന്നൂർ രചിച്ച. എൻ്റെ പേര് ബദറുദ്ദീൻ പാറന്നൂർ എന്ന് കൊടുത്തില്ല. വെള്ളയിൽ മാഷ് പറഞ്ഞു അങ്ങനെ പേര് കൊടുത്താൽ ഒരു പക്ഷേ തഴയപ്പെടും. അന്നത്തെ കാലത്തൊക്കെ മോയിൻകുട്ടി വൈദ്യരും പിന്നെ കുറേയൊക്കെ നമ്മുടെ എൻ്റെ ഗുരു കൂടിയായിട്ടുള്ള OM മാഷിന്റെ പാട്ടുകളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ബദറുദ്ദീൻ പാറന്നൂർ എന്നൊക്കെ പേര് കൊടുത്താൽ ഒരു പക്ഷേ തഴയപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ബദറുദ്ദീൻ സഹർ ബാരി എന്ന് ആക്കാന്ന് പറഞ്ഞു. ഈ സഹർ എന്ന് പറഞ്ഞാൽ പാറ, ബർ എന്ന് പറഞ്ഞാൽ ഊര് എന്നുള്ള. അപ്പം ഞാനും മൂപ്പർ കൂടി ഇരുന്നിട്ട് ചെയ്ത. ആദ്യം സഹർ ബാരി എന്ന് മാത്രം കൊടുത്തു, ബദറുദ്ദീൻ കൊടുത്തില്ല. പിന്നീട് ആണ് ബദറുദ്ദീൻ സഹർ ബാരി എന്ന് ആദ്യം കൊടുത്തു. അതിന് ശേഷം ജില്ലയിൽ ഫസ്റ്റ് കിട്ടി,
സ്റ്റേറ്റിൽ എ ഗ്രേഡും കിട്ടി. അപ്പോൾ കോൺഫിഡൻസ് ആയി. പിന്നീട് ഞാൻ എൻ്റെ ഡയറിയുമായിട്ട് കുറേ പാട്ടുകൾ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് എഴുതി. മറ്റു പാട്ടുകളുടെ ഇശലുകൾ എടുത്തു, അതിൻ്റെ അളവുകൾ പഠിച്ചു, ഈ ഭാഷാ സാഹിത്യമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ എഴുത്തു തുടങ്ങി. അങ്ങനെ എഴുതി ഒരു 10-15 പാട്ടുകളോളം ആയപ്പോൾ ഞാൻ ഒരു ഗുരു കൂടിയായ ഹസൻ നെടിയനാട് അപ്പോൾ മാഷ് എടുത്ത് പോയിട്ട് ഇത് കാണിച്ചു കൊടുത്തു. മാഷ് വായിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, നിൻ്റെ ശ്രമം വളരെ നന്നായിട്ടുണ്ട്, ഇനിയും എഴുതണം, ഇങ്ങനെ തന്നെയാണ് എഴുത്തിൻ്റെ ശൈലി, ഇതൊക്കെ തന്നെ കുറച്ചുകൂടി നന്നാക്കേണ്ടത്, കുറേ ഭാഗങ്ങളൊക്കെ തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് ഈ കമ്പി കഴുത്തൊക്കെ എങ്ങനെ പഠിച്ചു വന്നിട്ടേ ഉള്ളൂ, കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ചിറ്റെഴുത്തൊന്നും ഉപയോഗിക്കണമെന്ന് പഠിച്ചിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആദം നെടിയനാട് മാഷ് എടുത്തൊന്ന് പോകണമെന്നാണ്. ഞാൻ അന്ന് തന്നെ മാഷ് എടുത്ത് പോയി. ആദം മാഷ് ഇത് വായിച്ചിട്ട് കൈ തന്നു ഫസ്റ്റിൽ. അപ്പോൾ ഭയങ്കര സന്തോഷമായി, കോൺഫിഡൻസ് ആയി. ഒരു പാട്ട് ഇങ്ങനെ ആവുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഗുരുക്കന്മാരെ പേര് പറയുമ്പോൾ ആദ്യം പേര് പറയൽ വെള്ളയിൽ മാഷും ഹസൻ നെടിയനാട് മാഷും ആദം നെടിയനാട് മാഷുമാണ്. പിന്നെ ആ കൂട്ടത്തിൽ കോയ മാഷും കുറേ സഹായിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി. പിന്നെ പാട്ടെഴുത്ത് തുടങ്ങി, പുതിയ പുതിയ വിഷയങ്ങളെടുത്ത് പാട്ടെഴുതി. പിന്നീട് എനിക്ക് തോന്നി, ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ നബീനെ കുറിച്ചാണല്ലോ, നബിയുടെ ചരിത്രം തന്നെയാണ് എഴുതാമെന്ന് വെച്ചു. അങ്ങനെയാണ് അതിനൊരു പേരിട്ടത്, സീറത്തുൻ നബവിയ. ചുങ്കിൽ തികവുടെ അഹമ്മദൻ നബിയുടെ മദീനേശ കുഴൽകൾ തൻ താനം, രംഗിൽ മികേന്തുള്ള സുബർഗത്തിൻ ഹൂരികൾ തൻ്റെ പരിശങ്കുമശവിടെ മാനം, മുരസലിരാരശന്തൻ മറുപാതി ചാമേന്തുള്ളോർ പിരശത്തനിലവൻ പൊൻതാരം, മറുമണൽ ഫീറൈതുള്ള മരതകക്കാനികളെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെണ്ടവരാം, മദിനബി അവരുടെ മണവികളുണ്ടു മദിരക പതിയതിനമിരുളി മുന്തും, പീശാൻ മീമാൻ ഗുണമേന്മ ബദറനി മധുരിത ഗാനം, ബദറനി മധുരിത ഗാനം, ചുങ്കിൽ തികവുടെ അഹമ്മദൻ നബിയുടെ മദീനേശ കുഴൽകൾ തൻ താനം. സാധാരണ ആളുകൾ കരുതിയിരിക്കുന്നത് ഓരോ പാട്ടുകൾ എഴുതിവിടുക എന്നുള്ളതാണ്. പക്ഷെ മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള കവികൾ ഗ്രന്ഥങ്ങളാണ് രചിക്കാറുള്ളത്. അതായത് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ഇശലുകളിൽ, വ്യത്യസ്ത ഇശലുകളിൽ ഒരുപാട് വരികൾ ചേർത്തുകൊണ്ടുള്ള ആ വിഷയം അപ്പാടെ തന്നെ ഒരു കൃതിയിൽ രേഖപ്പെടുത്താറുണ്ട്. ആ രീതിയിൽ എന്താണ് ബദറുദ്ദീൻ പാറന്നൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സീറത്തുൻ നബവിയ എന്ന കൃതി ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു പാട്ട്, നബീനെ കുറിച്ചുള്ള ഒരു പാട്ട് എഴുതി. അത് സുലൈമാൻ നബിയെക്കുറിച്ചുള്ള പാട്ടിലാണ് ഞാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പാട്ടുകളാണ് പിന്നീട് എഴുതിയത്. അതിലൊരു 10-15 പാട്ടായപ്പോൾ എനിക്ക് തോന്നി ഒരു കൃതി രൂപത്തിൽ ഈ പാട്ടുകൾ ആക്കാം എന്നുള്ളത്. ആദ്യം എഴുതിയത് ജനനത്തിനെ കുറിച്ചുള്ള പാട്ടല്ല, പക്ഷേ പിന്നീട് അത് ആ ഓർഡറിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ തീർന്നിട്ടില്ല, ഇപ്പോൾ ഞാൻ പൂർത്തിയായിട്ടില്ല. ഏകദേശം 300 ചില്ലാനം ഇശലുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇശലുകൾ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ആദ്യം ഉള്ള ഏതാണ്, പിന്നെ ഏത് വരണം, പിന്നെ ഏത് വരണം, ഇങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ടാവുമല്ലോ. ആ ഓർഡറിൽ ആ പാട്ടുകളെ വിന്യസിക്കുകയും പിന്നീട് നബിയുടെ വഫാത്ത് വരെയുള്ള പാട്ടായിട്ട് അത് മാറ്റണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രയാസം തുടക്കത്തിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇതിങ്ങനെ ഒരു കൃതിയായിട്ട് ആക്കണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയ അല്ലാത്തത് കൊണ്ട് തന്നെ വാൽക്കമ്പി അഥവാ വാലുമ്മൽ കമ്പി, ഒരു പാട്ട് എവിടെയാണോ വെക്കുന്നത് ആ വെച്ച ആ പദത്തിൽ നിന്ന് അടുത്ത പാട്ട് തുടങ്ങണമെന്നാണ് നിയമം. കൃതികളിൽ അങ്ങനെയാണുണ്ട്. പക്ഷേ എൻ്റെ ആദ്യ പാട്ടുകളിലൊന്നും ഞാനത് പരിഗണിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ അല്ലല്ലോ എഴുതിയത്. പിന്നീട് ഈ പാട്ടുകൾ ഓർഡറിലാക്കുകയും ഈ അവസാനത്തെ വാക്കുകൾ മാറ്റുകയും ചെയ്തിട്ട് അടുത്ത പാട്ടിൻ്റെ ആദ്യത്തെ വരികൾക്ക് യോജിച്ച തരത്തിലത്. അതേപോലെ ഖുർആന്റെ തിരുവേദ സാരമാല എന്ന പേരിൽ ഞാനൊരു മാപ്പിളപ്പാട്ട് ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 8 ജുസുകൾ പൂർത്തിയായി. 78 ഇശലുകൾ ആണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അത് 8 ജുസ് എന്ന് പറഞ്ഞാൽ ഒരു ജുസിൽ ഒരു പാട്ടല്ല, പിന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ, ഓരോ ഭാഗങ്ങൾ വെച്ച് 10, 15, ചിലപ്പോൾ 8, ചിലപ്പോൾ 4 ഇങ്ങനെയുള്ള ആയത്തുകളുടെ ആശയം
ചോർന്നു പോകാത്ത തരത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളിൽ അത് പാട്ട് എഴുതുകയാണ് ചെയ്തത്. പുസ്തക രൂപത്തിൽ ഏതെങ്കിലും രചനകൾ വന്നിട്ടുണ്ടോ? പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. 2 രചനകൾ പ്രിൻറ്റിങ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് 2 മാലപ്പാട്ടുകളാണ്. ഒന്ന് മോയിൻകുട്ടി വൈദ്യരുടെ ജീവചരിത്ര മാലപ്പാട്ട്. അതിൻ്റെ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ വി.എം. മാഷുടെ ജീവചരിത്രം. ഇത് രണ്ടും മാലപ്പാട്ട് രൂപത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അത് വരാനുള്ളത് ഈ സീറത്തു നബവിയാണ് അടുത്തത് ഒരു വലിയ ഗ്രന്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തിരുവേദ സാരമാല. ഈ തിരുവേദ സാരമാല എന്ന ഈ ഗ്രന്ഥം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിസൂക്ഷ്മമായിട്ട് അതിൻ്റെ ഖുർആൻ്റെ ആശയതലങ്ങൾ, വ്യത്യസ്തങ്ങളായ തഫ്സീറുകളും പരിഭാഷകളും ഒക്കെ നോക്കിയിട്ട് ആശയം ചോർന്നു പോകാത്ത തരത്തിൽ എഴുതി പൂർത്തിയാക്കണം. അതൊരു വലിയ പ്രയത്നമാണ്. ഒരു പാട്ട് മാത്രമേ അതിൽ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അത് ഫാത്തിഹ. ആരോ പാടിയിട്ടുണ്ട്, ഷബ്ന അക്രം പാടി അവരുടെ യൂട്യൂബ് ചാനലിൽ അത് വന്നിട്ടുണ്ട്. ഏകദേശം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവും? ഞാൻ രേഖപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറികളിലുള്ള പാട്ടുകൾ തന്നെ ഒരു 2500-3000 പാട്ടുകളുണ്ട്. പക്ഷേ അതല്ലാതെ കുറേ പാട്ടുകൾ അല്ലാതെ എഴുതി പലരും ആവശ്യപ്പെടുമ്പോൾ എഴുതി കൊടുത്തതുണ്ടാവും. പാട്ടുകൾ രേഖകൾ സൂക്ഷിക്കാനുള്ള സംവിധാനം എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. എൻ്റെ ആദ്യത്തിലൊന്നും ഞാനത് തീരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീടാണ് ഇതിന് വിലയുണ്ടെന്നും ഇത് സൂക്ഷിക്കപ്പെടേണ്ടതാണെന്നൊക്കെ തിരിച്ചറിവ് വന്നതിന് ശേഷമാണ്. ഷിഹാബ് അരീക്കോടിന്റെ സംഗീതത്തിൽ സീറത്തു നബവിയ എന്ന കൃതിയിലെ ഹുദൈബിയ സന്ധി ചരിത്രത്തിൽ നിന്നെടുത്ത ഏതാനും വരികൾ. ഇശൽ പാർത്തെ കഥ നടുച്ചാട്ട്. ചരണം ചായ്പ്. ചീർത്തേ നല്ല മനം ഓതും നരീഖൂരിൽ പുകളുറ്റു നീപിയാർ ചിണ്ടവരിലെല്ലാം, പുകളുറ്റു നീപിയാർ ചിണ്ടവരിലെല്ലാം. തങ്ങളൊരുങ്കികളുന്തതിലെങ്കി മടങ്ങിയതുമ്രയിലായി തിരുനബി മനതുളം മോദമണവായി. അടനമ ചുടിയുടും അടവിടിയുടുവായി കടുകവെ അരികുരും തുടരവെ ഹറജാൽ മദിമികൾ താജ മദീനത്തിൻ രാജ മധുഹതി കേന്ദ്രമികന്തൊളി റോജ മോദം തിങ്കളായി ബദറനെ കോർത്ത ഹൽഫിൻ ഹാലം നിമ്പിടാം. ചീർത്തി നല്ലി മനം ഓതും നരീഖൂരിൽ പുകളുറ്റു നീപിയാർ ചിണ്ടവരിലെല്ലാം, പുകളുറ്റു നീപിയാർ ചിണ്ടവരിലെല്ലാം. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അറിഞ്ഞത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഏതൊക്കെ രചനകളാണ് ഉള്ളത്? അതിന് സമാന്തരമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ മാലപ്പാട്ടുകൾ. ഈ കാലഘട്ടത്തിൽ മാലപ്പാട്ടുകൾ അധികാരം അങ്ങനെ എഴുതാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ മാലപ്പാട്ടുകളായിട്ട് വരുന്നുള്ളൂ. പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന അവദാനങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഇനിയുള്ള കാലത്തും വേണം. അതുപോലെ തന്നെ നസീഹത്ത്, സാരോപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള 2 മാലപ്പാട്ടുകൾ. നസീഹത്ത് മാല നമ്മുടെ ഷിഹാബ് അരീക്കോട് പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നസീഹത്ത് മാല. നസീഹത്ത് മാലയുടെ 2ാമത്തെ ഭാഗം അൽ മൗഇലാത്തുൽ ബദരിയ കണ്ണൂർ മമാലിക്ക് പാടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു മാലപ്പാട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാലപ്പാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ 4 വരിക്ക് ശേഷവും അതിൻ്റെ അടുത്തത് വാലുമ്മൽ കമ്പി വെച്ചിട്ട് അടുത്തത് വെച്ച് എഴുതിയിട്ടുള്ള പാട്ടുകൾ. അതിൽ പ്രധാനപ്പെട്ടത് 950-ലധികം വരികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് 1001 വരികളെങ്കിലും നിർത്തണം എന്നാണ്. വലിയ ഉമർ കിസ്സ. പണ്ട് കാലത്ത് ഉമർ കിസ്സകൾ കുറേ ഉമർ കിസ്സ പാട്ടുകൾ കുറേ വന്നിട്ടുണ്ട്. എന്നാലും വലിയ ഉമർ കിസ്സ പാട്ട് എന്നുള്ള രീതിയിൽ പൂർത്തീകരണത്തോട് അടുത്തുകൊണ്ടിരിക്കാനും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രം, അതുപോലെ തന്നെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള വ്യത്യസ്തങ്ങളായ കഥകൾ, അത്ഭുതകരമായിട്ടുള്ള കഥകളുണ്ട്. ബദറുദ്ദീൻ മാഷ് ചരിത്ര വിദ്യാർത്ഥി കൂടിയായിരുന്നോ? തീർച്ചയായും ചരിത്രത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സീറത്തു നബവിയും ഇങ്ങനെ കിസ്സപ്പാട്ടുകളും ഒക്കെ വരുന്നത്. പാട്ടുകൾ എഴുതാൻ വിഷയദാരിദ്ര്യം തീരെയില്ല. സമയത്തിൻ്റെ പ്രശ്നമാണ്. വിഷയദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും പാട്ടാക്കാം. ഞാൻ കാളപൂട്ടിനെ പറ്റി പാട്ട് ഞാനും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാടിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. കണ്ണൂർ ഷെരീഫും റഹനത്തയും പാടിയ പാട്ടുകൾ. ബദറുദ്ദീൻ പാറന്നൂർ എന്ന് പറയും. പാറന്നൂർ എന്നുള്ള പേര് മുസ്ലിം സമുദായത്തിന് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഇബ്രാഹിം മുസ്ലിയാർ എന്നുള്ള പേരാണ്. അവരെ കുറിച്ച് നിങ്ങളൊരു മാല എഴുതിയിട്ടുണ്ട്. ഇബ്രാഹിം മുസ്ലിയാരുടെ ജീവചരിത്ര മാലപ്പാട്ട് എഴുതിയത് ഞാനാണ്. അദ്ദേഹം എൻ്റെ കുടുംബക്കാരനും കൂടിയാണ്. ഏത് വിഷയത്തെയും പാട്ടാക്കി മാറ്റുന്ന, അന്ന് പൗരത്വ വിഷയം വന്ന സമയത്ത് വിടൽ മൊയ്ത് പാടിയിട്ട് വളരെ ഹിറ്റായി ആ പാട്ട് സ്വതന്ത്ര ഭാരത ഭൂവിൽ എന്ന പാട്ട്. അപ്പം അന്ന് ആ പാട്ട് അത്രയും ഹിറ്റായി. അപ്പൊ അന്നാണ് ആളുകൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ബദറുദ്ദീൻ പാറന്നൂര്
എന്നുള്ള ആള് ആനുകാലിക സംഭവങ്ങളിലൊക്കെ പെട്ടെന്ന് പാട്ടാക്കി മാറ്റുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ എഴുതാറുണ്ട്. ഈ രചന മാത്രമല്ലാതെ മാപ്പിള സാഹിത്യവുമായിട്ട് വേറെന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടി പഠിപ്പിക്കുന്നതിലപ്പുറത്ത് പാട്ട് എന്താണെന്ന് പഠിപ്പിക്കുക. ഈ ആധുനിക കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിനെ തിരസ്കരിക്കുന്ന ഒരു സമൂഹം കുറച്ച് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ശുദ്ധമായ നല്ല മാപ്പിളപ്പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു യുവതലമുറ വളർന്നു വന്നിട്ടുണ്ട്. യുവജനോത്സവങ്ങൾ വരുന്ന സമയത്താണ് പത്രമാധ്യമങ്ങളിൽ വിശേഷം ബദറുദ്ദീൻ പാറന്നൂരിന്റെ പേരുണ്ടാവാറുള്ളത്. ഇക്കാലയളവിൽ എത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്? 19 പുരസ്കാരങ്ങൾ ഇതുവരെ നേടിയിട്ടുണ്ട്. ഒരു ഒന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള മാപ്പിള കലാഭവന്റെ ഒരു പുരസ്കാരം കൂടി. മാപ്പിളപ്പാട്ട് ശൈലിയിൽ ഒരുപാട് രചനകൾ എഴുതിയെന്ന് പറഞ്ഞു. സിനിമാ പാട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ സിനിമാ പാട്ടിന് 2-3 ഓഫറുകൾ വന്നിട്ടുണ്ട്. ബദറുദ്ദീൻ ഹുസ്നുൽ ജമാൽ എന്നുള്ള ഒരു ഇതിവൃത്തം വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടിരുന്നു. ദൗർഭാഗ്യവശാൽ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആൾ അന്ന് മരണപ്പെട്ടു. അതോടുകൂടി അത് വഴിയിൽ ഡ്രോപ്പായി. അതുകൊണ്ട് അത് നടന്നിട്ടില്ല. 1-2 പേര് മാപ്പിളപ്പാട്ടിൻ്റെ ചുവയുള്ള പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാൽക്കടൽ തിരമാല തള്ളും താരിളം മുഹബത്തിനുള്ളം കൈനിലും മധുരം കിനിയും ഇഷ്കിനാൽ പാടി എൻ്റെ മുത്തിലും മുത്താമശുക്കെത്തിച്ചാരത്ത്. ഇശൽ എന്ന് പേരിട്ടിരിക്കുന്ന വീട്ടിലൊരു പക്ഷേ ഒരുപാട് കലാകാരന്മാർ വന്നിട്ടുണ്ടാവും. ഓർത്തെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം മാപ്പിളപ്പാട്ടിലുള്ള ലെജൻഡായിട്ടുള്ള ആളുകളും വളർന്നു വരുന്ന കുട്ടികളെടുക്കും ഒരുപാട് പേര് നിങ്ങളുടെ പാട്ട് പാടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് സംഗീതകാരന്മാർ നിങ്ങളുടെ പാട്ട് സംഗീതം ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് മോഹ്സിൻ കുരിക്കളെ പോലുള്ള ഏറ്റവും മുതിർന്ന സംഗീത സംവിധായകർ എൻ്റെ പാട്ടുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. സാദിഖ് പന്തല്ലൂർ, ഇർഷാദ് സാമ്പിക്കല്ല്, ഷാൻവർ, അനീസ് കൂരാട്. സാദിഖൊക്കെ ഒരു സിനിമയിൽ 5 പാട്ടുകൾ വരെ സംഗീതം സംവിധാനം ചെയ്ത് ഇപ്പോൾ മുൻനിരയിലെത്തി. മറ്റുള്ളവരും അതുപോലെ തന്നെ സംഗീത സംവിധാന രംഗത്ത് വരാണ്. ഞാൻ തന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ആദ്യമായിട്ട് പാട്ട് കൊടുത്ത ഇർഷാദൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കി തുടങ്ങി. അതൊക്കെ വലിയ ഒരു അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിൽ ഇന്ന് പങ്കെടുക്കുന്ന 90% കുട്ടികൾ നമ്മുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ്. സിത്താരനെ പോലെ. കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ് എല്ലാ തരത്തിലും. ഭാര്യയും മക്കളും ഉമ്മയും ഉപ്പയും ഒക്കെ. ഇതാണ് എൻ്റെ കുടുംബം. ഇത് ഭാര്യ മുംതാസ്, ഒരു ഹൗസ് വൈഫാണ്. അതുപോലെ തന്നെ മൂത്ത മകള് ദിയാനുജും മമ്പാട് MES കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. രണ്ടാമത്തെ മകള് നുഹാ സയാൻ, ഈ വർഷം SSLC ആണ്. ചക്കാലക്കൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുകയാണ്. ഇത് ഇളയ മകന് ലാസിം മുൻതദർ, ഈ വർഷം 5ാം ക്ലാസ്സിൽ ഹസനിയ AUP സ്കൂൾ മുട്ടാഞ്ചേരിയിൽ ആണ് പഠിക്കുന്നത്. ഉപ്പ ഇബ്രാഹിം മാസ്റ്റർ, ഉമ്മ മറിയം, ജ്യേഷ്ഠൻ അമീൻ ഹസന്, ജ്യേഷ്ഠത്തി ആയിട്ട് എൻ്റെ മൂത്ത പെങ്ങള് ഹസീന, പിന്നെ ഒരു പെങ്ങള് നബീല. മക്കാപുരിതിക്കതിലക്കുര മൊത്തവരൊക്കെ തിരക്കവയെത്തിരു ചിങ്കാരത്തിരുനൂറു മതീക്കരുമടയതിനാൽ മാനിമ്പരാരീകത്തും തേനിമ്പ സ്വതർക്കത്തും മാനിമ്പരീരവൊത്തു താനോൻ തൻ തതയൊത്തു സാരസപൂരണ്ടിലാനന്ദമേ തനമതിലിരുമുത്തു തനിയൊനിലൊരുത്തിട്ടും തരുളുടെ ഹിജറതൻ അരുളിട് പുകളിടുമേ. വർഷങ്ങളോളം മനനം ചെയ്ത് തപസ്സിരുന്ന് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം രചനാലോകത്തെ കടന്നു വന്ന ബദറുദ്ദീൻ പാറന്നൂർ എന്ന വ്യക്തിയാണ് ഇത്രയും നേരം എന്നോട് സംസാരിച്ചിട്ടുള്ളത്. സംസാരിച്ചാൽ തീർക്കാൻ പറ്റാത്ത അത്രയും വിശേഷങ്ങൾ മാഷെടുത്തുണ്ട് എന്നറിയാം. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 10 വർഷത്തോളം മാപ്പിളപ്പാട്ട് എന്ത് എന്ന് നേർക്കുനേരെ പഠിച്ചതിന് ശേഷമാണ് ഒരു വരി എഴുതാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് അക്ഷരം അറിയുന്ന എല്ലാവരും മാപ്പിളപ്പാട്ട് എഴുതി തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന് തികച്ചും വ്യത്യസ്തമാണ് ബദറുദ്ദീൻ മാഷ്. അത് ബദറുദ്ദീൻ മാഷുടെ സങ്കര ഭാഷയിലുള്ള തനിമ എന്ന് നമ്മൾ പറയുന്ന മാപ്പിളപ്പാട്ടായാലും അല്ലാത്ത പാട്ടുകളായാലും പാട്ടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന കിലുക്കമുള്ള പദങ്ങൾ കേട്ടാൽ നമുക്കറിയാം ബദറുദ്ദീൻ മാഷിൻ്റെ ആ വിഷയത്തിലുള്ള പാണ്ഡിത്യം. മതിരകപതി ഗുരുനബിയാർ ഹാമിമുണ്ടൻ തളമിൽ മധു പന്നുക മതി കൊതിയാൽ കാബ കൗസൈനളവിൽ മതിയൊളിവോർ ചേർന്ന് സിറാദിൽ പാശമാൽ മധുഹുടയോൻ തന്യാര
മിറാജിശലേശലായി മദനബിയൊരു തുരകമിലുള്ളരുടെ ഇസ്രായേലിൽ മണിമക്ക് വിടുന്ന് ജെറൂസല പൂകലായി മുത തിങ്കിടു ചൊങ്കുടെ പൊൻകുട മിമ്പിന് മതിലക കൊതിസന്ത്ര കഹിലക്കിനം പിറത്ത് സ്വല്ലിടലായി ജിബ്രീൽ തൻ മൊഴിയതിനാൽ സുബ്രാലൊളി ബഷിയതിനാൽ മദിനശ തരുളിൻ മേറജനരുളി മനിത മിനുദർ കണികാരുണ്യപ്പൊരുളാ മതിരകപതി ഗുരുനബിയാർ ഹാമിമുണ്ടൻ തളമിൽ മധുപന്നുക മതി കൊതിയാൽ കാബ കൗസൈനളവിൽ